നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വലിയ പ്രതിസന്ധിയിലാണ് ഹോട്ടൽ ഉടമകൾ ഉള്ളത്. വാണിജ്യ പാചകവാതകങ്ങളുടെ വില വലിയ രീതിയിൽ കൂടിയപ്പോൾ പല ഹോട്ടലുകളും അടച്ചുപൂട്ടുകയാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എന്നാൽ ഹോട്ടൽ ഉടമകൾക്ക് മാത്രമല്ല, അതിനപ്പുറത്തേക്കും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാൻ പോകുന്നു. പെട്രോൾ, ഡീസൽ, വീടുകളിൽ ഉപയോഗിക്കുന്ന പാചകവാതകം എന്നിവയുടെയും വില കൂടിയേക്കും എന്നുള്ള സൂചനകൾ പുറത്തുവരികയാണ്. പശ്മേഷ്യൻ യുദ്ധം, ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധിയെ തുടർന്നുള്ള സാഹചര്യത്തിലാണ് ഈ വില വർധന ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് സൂചന. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരം വിലവർധന പ്രഖ്യാപനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. സർക്കാർ ഉത്തരങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേ ആണ് ഇത്തരത്തിൽ സുപ്രധാനപ്പെട്ട ഒരു വിഷയം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടെ രാജ്യം വലിയ ആശങ്കയിലേക്ക് കടക്കുന്നു. ഇന്ധനവില ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെ കൂടിയേക്കാനാണ് സാധ്യത. ഗാർഹിക LPGയുടെ വിലയും കൂടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെ കൂടുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. ഇതിനകം തന്നെ വാണിജ്യ ഗ്യാസ് സിലിണ്ടറിന് 1000 രൂപ ഒറ്റയടിക്ക് കൂട്ടിയതാണ്. ഹോട്ടൽ വ്യവസായ രംഗത്തിന് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഇത്. നിലവിൽ ചെലവേറിയ രീതിയിലുള്ള LPG ഇറക്കുമതി അതിൽ ആശങ്കയിൽ നിൽക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് വീണ്ടും വില വർദ്ധിക്കും എന്നുള്ള സൂചന പുറത്തുവരുന്നത്. അതേസമയം ഇന്ധനവില ഉടൻ കൂടുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായതോടുകൂടെ എണ്ണ കമ്പനികളടക്കം സമ്മർദ്ദത്തിലായി മാറുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. കമ്പനികൾ വലിയ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന വില വർധനയുടെ സൂചനകളാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വാദം. LPG വില വർധനയ്ക്ക് എതിരെ സമരം ശക്തമാക്കാനുള്ള നീക്കത്തിനാണ് ഹോട്ടൽ ഉടമകൾ. ഏപ്രിൽ 29-നടക്കം 29-ന് ശേഷം രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുമെന്ന് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയതോടെയായിരുന്നു ഈ അഭ്യൂഹങ്ങളെല്ലാം ശക്തമായത്. തെരഞ്ഞെടുപ്പ് ആശ്വാസം അവസാനിച്ചു എന്നും ഇനി പണപ്പെരുപ്പത്തിന്റെ നാളുകളായിരിക്കുമെന്നും ഇനി എല്ലാത്തിനും വില കൂടുമെന്നും തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധി അത്തരമൊരു മുന്നറിയിപ്പ് നൽകിയത്. ഓയിൽ വില കുറഞ്ഞപ്പോൾ മോദി സർക്കാർ ലാഭം നേടിയിട്ടുണ്ട്. ഇനി വില വർദ്ധിക്കുമ്പോൾ ഭാരം ജനങ്ങളുടെ തലയിലേക്കായിരിക്കും വെക്കുക. സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നത്. സാമ്പത്തിക വിശകലന ഏജൻസിയായ കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്വസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പെട്രോൾ, ഡീസൽ വില ഉയരാൻ സാധ്യതയുണ്ടെന്നായിരുന്നു സൂചിപ്പിച്ചതും. അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു വർധനയ്ക്കുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം രംഗത്തെത്തിയത്. എന്നാൽ പെട്രോളിയം മന്ത്രാലയം ഈ റിപ്പോർട്ടുകളെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പെട്രോൾ, ഡീസൽ വില വർധനവിന് യാതൊരു നിർദ്ദേശവും പരിഗണനയിലില്ല എന്നും ഇത്തരം വാർത്തകൾ ജനങ്ങളിൽ ഭയവും ആശങ്കയും സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളത് മാത്രമാണെന്നും വഞ്ചനാപരവുമാണ് എന്നുമാണ് കേന്ദ്ര മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചത്. നിലവിൽ രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലയിൽ നിരവധി മാസങ്ങളായി മാറ്റമില്ലാതെ തുടരുകയാണ്. ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 94.77 രൂപയും ഡീസലിന് 87.67 രൂപയുമാണ് എന്നാണ് കണക്ക്. മുംബൈ, ബാംഗ്ലൂരു, ഹൈദരാബാദ് തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിലെ വില കൂടുതലാണ് എങ്കിലും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഓയിൽ മാർക്കറ്റിൽ കമ്പനികൾ വില സ്ഥിരമായി നിലനിർത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ആരോപണം രാഷ്ട്രീയ വിവാദമായി മാറി എന്നുള്ളതാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് വില വർധനവ് ഒഴിവാക്കി ജനങ്ങളെ ആശ്വസിപ്പിക്കുകയും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭാരം ജനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്നതാണ് മോദി സർക്കാരിന്റെ രീതി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാദം. എന്തായാലും ഇത് വലിയ രീതിയിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിട്ട് മാറുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പാചകവാതക ഇന്ധന വില കൂട്ടുന്നു എന്നുള്ള വിമർശനങ്ങൾ ശക്തമാകുകയാണ്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രാജ്യത്ത് ഇന്ധനവില കൂടുന്നതെന്ന പ്രത്യേകതയാണ് ഇവിടെയുള്ളത്. ഇന്ധനവില വൻ തോതിൽ ഉയരുന്നതിനു ശേഷം കുറച്ച് വർഷങ്ങളായി കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ധന പാചകവാതക വില വർധനകളിൽ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതകളും ഇതോടെ ഉടലെടുക്കുന്നുണ്ട്. കേരളത്തിൽ ഇതിനകം തന്നെ ഹോട്ടൽ ഉടമകൾ സമരങ്ങൾ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. മെയ് 6-ന് സമരം നടത്തുമെന്നാണ് പ്രഖ്യാപനം. വാണിജ്യ സിലിണ്ടർ വില വർധനയിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പണിമുടക്കുമെന്ന് സംഘടനകളുടെ ഭാരവാഹികളായ പ്രസിഡന്റ് ജയപാലൻ, ജനറൽ സെക്രട്ടറി N. അബ്ദുൾ റസാഖും അറിയിച്ചു കഴിഞ്ഞു.
സിലിണ്ടർ ഒന്നിന് 1000 രൂപയോളം ഒറ്റയടിക്ക് കൂട്ടിയത് വലിയ പ്രതിസന്ധിയാണ്. സിലിണ്ടറിന് ആകെ വില 3000 രൂപയായി മാറിക്കഴിഞ്ഞു. രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടിയത് വലിയ തിരിച്ചടിയാണ്. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇത് 3ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിക്കുന്നത്. അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല എന്നുള്ളത് നിലവിലത്തെ സാഹചര്യമാണെങ്കിലും അതിന് മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ വർധനയോടുകൂടെ വാണിജ്യ സിലിണ്ടറിന് ഏകദേശം 3085 രൂപ ആയി എന്നാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. തിരുവനന്തപുരത്ത് 3106 രൂപയും കോഴിക്കോട് 3117 രൂപയുമാണ് പാചക സിലിണ്ടറിന്റെ വില. ഡൽഹിയിൽ 19 കിലോ വാണിജ്യ സിലിണ്ടറിന്റെ കിലോ വില എന്ന് പറയുന്നത് 3071.50 മുംബൈയിൽ 3024 രൂപയാണ് ഒരു സിലിണ്ടറിന്റെ വില. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ വില വർധനവ് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, മറ്റ് ചെറുകിട വ്യവസായങ്ങൾ എന്നിവയെ സാരമായി ബാധിക്കുന്നുണ്ട്. പ്രവർത്തന ചെലവ് കുത്തനെ ഉയരുന്നതോടെ വിലക്കയറ്റത്തിന് സാധ്യതയുണ്ടാകും. അതേസമയം പെട്രോൾ, ഡീസൽ വിലകളിൽ നിലവിൽ മാറ്റമില്ല. നിലവിൽ പ്രീമിയം പെട്രോൾ, അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനം എന്നിവയ്ക്ക് ആഗോള വിപണിക്ക് അനുസൃതമായുള്ള വില വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 മുകളിൽ തുടരുന്നു എന്നുള്ളതാണ് സാഹചര്യം. ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചതായ വിവരങ്ങളുണ്ട്. ഇതിനിടെ മെയ് 1 മുതൽ ഗാർഹിക പാചകവാതക ബുക്കിംഗ് പുതിയ പരിഷ്കാരങ്ങൾ കൂടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നതും തിരിച്ചടിയാകുന്നു. നഗരപ്രദേശങ്ങളിൽ ഇനി മുതൽ 25 ദിവസത്തിലൊരിക്കൽ മാത്രമേ സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് 21 ദിവസമായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസമായാണ് കണക്ക്. അനുവദിച്ച സമയപരിധിക്ക് മുൻപുള്ള ബുക്കിംഗുകൾ സിസ്റ്റം സ്വയം ബ്ലോക്ക് ചെയ്യും. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ കമ്പനികൾ സംയുക്തമായാണ് ഈ തീരുമാനമെടുത്തത്. ഗ്യാസ് വിതരണത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ ഡെലിവറി ഒതന്റിക്കേഷൻ കോഡ് സംവിധാനം കർശനമാക്കി. സിലിണ്ടർ കൈപ്പറ്റുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP വിതരണക്കാരനെ അറിയിക്കണം. ഫിസിക്കൽ ബ്ലൂ ബുക്കോ രസീതോ മാത്രം കാണിച്ച ഇനി മുതൽ സിലിണ്ടർ വാങ്ങാൻ സാധിക്കുകയില്ല. ദുരുപയോഗം തടയുന്നതിന്റെ ഭാഗമായാണ് ഈ കർശന നടപടികൾ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ യുദ്ധ പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി ഇതേ രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് സൂചന. ഇതിനിടയിൽ അവസ്ഥ ഇതിലേറെ മോശമാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട്. സംഘർഷം ആരംഭിച്ച് 2 മാസമായിട്ടും പ്രതിസന്ധി രൂക്ഷമാകുന്ന രീതിയിൽ തന്നെ പോകുകയാണ്. US ഉപരോധം കൂടി വന്നതോടെ ഒരു കപ്പലും ഹോർമൂസിലൂടെ കടക്കാത്ത സ്ഥിതിയാണ് ഉള്ളത്. നേരത്തെ ചൈനീസ്, ഇന്ത്യൻ കപ്പലുകളെ ഇറാൻ കടത്തിവിട്ടിരുന്നു. ഈ കപ്പലുകളുടെ പോക്കുകൂടെ തടഞ്ഞതോടെ US വലിയ ഉപരോധത്തിലേക്ക് കടന്നു എന്ന് മനസ്സിലായി. ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ഏകപക്ഷീയമായ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് UAE നിലപാട് പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്ര താൽപര്യങ്ങൾക്കും നിയമങ്ങളെ ഇറാൻ അനുസരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഹോർമൂസിലൂടെ ഗതാഗതം അനുവദിക്കണം. അതേസമയം ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടികൾക്ക് ആലോചിക്കുന്നുണ്ട് എന്ന് USഉം അറിയിക്കുന്നു. ഇതിനുള്ള നിർദ്ദേശങ്ങൾ US സെൻട്രൽ കമാൻഡ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൈമാറി. ഹോർമൂസിന്റെ ചില ഭാഗങ്ങൾ US പിടിച്ചെടുത്തേക്കും. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ട യുറേനിയം പിടിച്ചെടുക്കാൻ പ്രത്യേക സൈനിക ഓപ്പറേഷൻ നടത്തും എന്നും ഈ നിർദ്ദേശത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കുറച്ച് ആശ്വാസം എന്ന് പറയുന്നത് LPGയുമായിട്ട് ഒരു ഇന്ത്യൻ കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നു എന്നുള്ള വാർത്തകൾ മാത്രമാണ്. ഇന്ത്യൻ ജീവനക്കാരുൾപ്പെടെ ഒരു ടാങ്കർ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു എന്നുള്ളതാണ് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തുവന്ന റിപ്പോർട്ട്. LPG സൂപ്പർ ടാങ്ക് സെർവ് ശക്തിയാണ് ശനിയാഴ്ച ഹോർമൂസ് കടലിടുക്ക് കടന്നത്. 45,000 ടൺ LPG വഹിച്ചുകൊണ്ടാണ് കപ്പലിന്റെ യാത്ര. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതത്തിന്റെ അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലത്തിലാണ് കപ്പലിന്റെ സഞ്ചാരം എന്നാണ് ശ്രദ്ധേയം. ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായ ഒരു തീരുമാനമാണ് ഇത്. മറൈൻ ട്രാഫിക് .com-ൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് മാർച്ച് 3-ന് UAE-ൽ നിന്നും പുറപ്പെട്ട കപ്പലാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇപ്പോൾ ഇന്ത്യക്ക് കരതൊടാൻ പോകുന്നതെന്നാണ് സൂചന.